മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി. വാശി മാറ്റിവെച്ച ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി പദം നൽകും. അജിത് പവാറും ഉപമുഖ്യമന്ത്രി. മറാഠ വിഭാഗത്തിന് കൂടുതൽ മന്ത്രിമാരെ നൽകണമെന്ന് വിനോദ് താവ്ഡെ. ഡൽഹിയിൽ നിർണായക യോഗം. ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ സത്യപ്രതിജ്ഞ വൈകിട്ട്. പ്രിയങ്ക ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. അദാനി വിഷയത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. ബംഗാൾ ചുഴലിക്കാറ്റിന് മുന്നോടിയായി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുന്നു. തമിഴ്നാട്ടിൽ 2000 ഏക്കറിലെ കൃഷി നശിച്ചു. ചുഴലിക്കാറ്റ് മറ്റന്നാൾ തീരം തൊടും. കനത്ത ജാഗ്രതയിൽ ദുരന്ത നിവാരണ വിഭാഗം. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ഉടൻ. തട്ടിയെടുത്ത പണം പലിശയടക്കം തിരിച്ചുപിടിക്കാൻ തീരുമാനം. വഴിവിട്ട് പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ പരിശോധന തുടരുന്നു. പെൻഷൻ ലഭിക്കാൻ സഹായിച്ചവർക്കെതിരെയും നടപടിയുണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗുരുതര വീഴ്ചയിൽ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്ക് നഷ്ടമായത് സ്വന്തം കിടപ്പാടം. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് 2022-ൽ. മറുപടി ലഭിച്ചത് 2 വർഷം വൈകി കഴിഞ്ഞയാഴ്ച. ഗത്യന്തരമില്ലാതെ ഫാക്ടറി പൂട്ടി വ്യവസായി. വീടും സ്ഥലവും ലേലം ചെയ്ത് ബാങ്കും.